ജീവനും ജീവിതത്തിന്റെ 114 സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം സഭയിലും സഭകൾ തമ്മിലുമുള്ള അനൈക്യം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്ന ഒരു മുഖവുരയുടെ ആവശ്യമില്ല. വിഷയം പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് കാര്യമെന്ന് ഏകദേശം മനസ്സിലാവും. വളരെ വിശദീകരണത്തിനൊന്നും ആവശ്യങ്ങളില്ല. ഒരു ദൈവഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഭിന്നതയേക്കാൾ പരമായി സഭകളെ വീഴ്ചയിലേക്ക് വളരെ വേഗം തള്ളിവിടുന്ന വേറെ ഒരു കാര്യവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മിക്കവാറും സഭയിലും ഒക്കെയുള്ള അനൈക്യത്തെ കുറിച്ചും ഭിന്നതയെ കുറിച്ചും ഒക്കെ നമ്മൾ ബോധ്യമുള്ളവരാണ്. അതിന്റെ അപകടത്തെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ബോധപൂർവം ചിലപ്പോൾ മറക്കുന്നവരായി തീരാനുള്ള സാധ്യതയും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് നമുക്ക് ഓർക്കാം. അതാണ് ഇന്നത്തെ വിഷയം ഒരു മുന്നറിയിപ്പായും ഒരു അപകട സാധ്യതയെ നമ്മൾ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമായും അത് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ അറിയിക്കുന്ന ഒരു വിഷയമായിട്ട്, ഒരു കാര്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമുക്ക് ശ്രദ്ധയോടെ അത് കേൾക്കാം. പ്രിയ സണ്ണി സോദരനാണ് വിഷയത്തെ നമ്മോട് അവതരിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. സഭയുടെ ഐക്യം, ഒരു തദ്ദേശീയ സഭയ്ക്കുള്ളിലെ ഐക്യം, അതുപോലെ തദ്ദേശീയ സഭകൾ തമ്മിലുള്ള ഐക്യം, ഇതൊക്കെ ഈ വിഷയത്തിനകത്ത് വരുന്ന ഉപവിഷയങ്ങളാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന അതിമനോഹരമായ ഒരു സത്യമാണ്, ദൈവം യേശു ക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും വ്യത്യസ്തരായ പല വിശ്വാസങ്ങളിലുള്ള പല തരത്തിലുള്ള മനുഷ്യരെ ഒന്നാക്കി തീർത്തു എന്ന്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞുകൊണ്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ലാതിരുന്ന യഹൂദനും ജാതിയും, അഥവാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും താല്പര്യമില്ലാതിരുന്ന രണ്ട് ജനതകളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ചൊരിഞ്ഞ രക്തത്താൽ ഒന്നാക്കി തീർത്തു, ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പറയുമ്പോഴും അവിടെ ദൈവാത്മാവ് പറയുന്നത്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു മരിക്കണം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ദൈവം സാധ്യമാക്കിയ ഒരു ഏകതയുണ്ട്, ഒരു ഐക്യം. മനുഷ്യര് എപ്പോഴും വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തരായ മനുഷ്യരെ എല്ലാം കൂടെ ചേർത്ത് നിർത്തുന്ന അതിപ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒക്കെയാണ്. യേശു ക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ദൈവം ചെയ്ത ചില വലിയ കാര്യങ്ങളാണ്. മാത്രമല്ല, ഈ യേശു ക്രിസ്തുവിലേക്ക് വന്ന മനുഷ്യര് ഐക്യത്തോടെ നിലനിൽക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവഹിതമാണ് എന്ന് നമുക്ക് വചനത്തിലൂടെ കാണാം. നമ്മൾ കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം കർത്താവിന്റെ ശിഷ്യന്മാർ തമ്മിലുള്ള ഐക്യമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടത്, ഞാൻ അവരിലും നീ എന്നിലും അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അവർ ഐക്യത്തിൽ തികഞ്ഞവരാകണമെന്ന പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കാരണം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഈ ഐക്യം. അതിന് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട്, പോരാട്ടം കഴിക്കേണ്ട ആവശ്യമുണ്ട്, മനഃപൂർവ്വമായി ശ്രമിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം കർത്താവ് അത് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായത്. ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കുക എന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. വിശ്വാസികൾ പരസ്പരം ഭിന്നിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നു. മൂന്നാമതൊരു കാര്യം,
യേശുക്രിസ്തുവിലൂടെ ദൈവം സാധ്യമാക്കിയ ഈ ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നത് ഓരോ വിശ്വാസികളുടെയും ഉത്തരവാദിത്തമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തില് അവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ഒരു വാചകം ഇങ്ങനെയാണല്ലോ: ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സാധ്യമാക്കിയ ഓരോ വിശ്വാസികൾക്കും തമ്മിലുള്ള ഒരു ആത്മീകമായ തലത്തിലുള്ള ഐക്യം, അത് കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ആത്മാവിലുള്ള ഐക്യത, ഈ ഐക്യത ക്രിസ്തുവിന്റെ ക്രൂശിലൂടെയും പരിശുദ്ധാത്മ സ്നാനത്തിലൂടെയൊക്കെ ദൈവം സാധ്യമാക്കിയതാണ്. വ്യത്യസ്തരായ മനുഷ്യരെ ദൈവം ഒരുമിപ്പിച്ച് ഒരു പുതുമനുഷ്യനാക്കി തീർത്തതാണ്, ഒരു ശരീരമാക്കി തീർത്തതാണ്. ആ ഐക്യത കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഈ ഏക ശരീരത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തം. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് വളരെ ലളിതമായിട്ടെന്നാൽ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന 3 ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയാം. ഈ സഭയുടെ ഐക്യത്തെ ദൈവം എത്ര പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു എന്നതിനെ കുറിച്ച് തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയ ആ വാക്യം കൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ പൗലോസ് വളരെ വിശദമായി, വളരെ കർശനമായി പറയുന്ന ഒരു പ്രബോധനമാണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ്. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം. സഭയില് ഭിന്നത ഉണ്ടാക്കുന്നത് സഭയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ഗൗരവമുള്ള ഒരു തെറ്റായിട്ട് തന്നെയാണ് പൗലോസ് കാണുന്നത്. അങ്ങനെയുള്ള മനുഷ്യരെ ഒഴിവാക്കാനാണ് പറയുന്നത്. അപ്പൊ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ ഐക്യത്തിനെതിരെ നിൽക്കുന്ന, സഭയുടെ ഐക്യത്തിന്, വിശ്വാസികൾ തമ്മിലുള്ള ആ ഐക്യത്തിന് എതിരെ നിൽക്കുന്ന, അതിന് വിരോധമായി പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഉള്ള ആ സമീപനം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പൊ ഇത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ സഭയിലുള്ള ഐക്യം, വിശ്വാസികളുടെ ഐക്യം ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിലും സഭ ഇങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചിന്തിച്ച് അതിനെ ഒരു ലാഘവ ബുദ്ധിയോടെ എടുക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. ക്രിസ്തുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ദൈവം സാധ്യമാക്കിയ ഐക്യം, അത് കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള കൽപ്പന, നിർദ്ദേശം നമുക്കുണ്ട്. അത് മാത്രമല്ല, അതിനെതിരെ നിൽക്കുന്നത് അത് വലിയ ഗൗരവമുള്ള ഒരു തെറ്റ് തന്നെയാണ്, സഭയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ഒരു തെറ്റാണ് എന്ന് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി തന്നിരിക്കുകയാണ്. നമ്മളിത് ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദ്യകാല സഭകളുടെ ഐക്യത്തെ സംബന്ധിച്ച്, ആദ്യകാല സഭകൾ ഒരുമിച്ച് നിന്നതിനെ സംബന്ധിച്ച്, ഞാനത് ഒരു തദ്ദേശീയ സഭയ്ക്കുള്ളിലെ ഐക്യത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന സഭകൾ പൊതുവിലുണ്ടായിരുന്ന ഐക്യത്തെ കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ ഐക്യത്തിനെതിരായിട്ട് ആദ്യമേ തന്നെ വ്യക്തമായ, പ്രത്യക്ഷമായ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കൊരിന്തിലെ സഭയിലാണ്. പൗലോസ് അപ്പോസ്തലൻ നേരിട്ട് പ്രവർത്തിച്ച് സ്ഥാപിച്ച ഒരു സഭയാണ് കൊരിന്തിലെ സഭ. അവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുമുണ്ട്. അവിടെ യഹൂദന്മാരും അതുപോലെ തന്നെ ജാതികളും ഒക്കെ ഉണ്ടാവും. കൂടുതൽ ജാതികളായിരുന്നിരിക്കാം, എങ്കിലും യഹൂദന്മാരും ഒക്കെ അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉള്ള ഒരു സഭയാണ്. അവിടെ ഒരു ഭിന്നത ഉണ്ടാകുന്നു. ഒരു ഭിന്നത എന്ന് പറഞ്ഞാല് വളരെ വ്യക്തമായി ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിന്ന് മനുഷ്യര് അങ്ങനെ ഒരു ഭിന്നിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. അപ്പൊ ആ സഭയിലെ ഈ ഭിന്നത എന്ന് പറയുന്ന വിഷയത്തെ അഭിമുഖീകരിച്ചുകൊണ്ട്, അതിനെ നേരിട്ടുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ആ ലേഖനത്തില് ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സുവിശേഷം ഇങ്ങനെ ജെറുസലേമിൽ ആരംഭിച്ചു, അല്ലെങ്കിൽ ജെറുസലേമിൽ പ്രസംഗിച്ചു തുടങ്ങി, അവിടെ ഒരു സഭയുണ്ടായി. അധികം താമസിയാതെ തന്നെ ഈ യഹൂദയുടെ മറ്റു പ്രദേശങ്ങളില് സുവിശേഷം എത്തി. അതിനുശേഷം ഗലീല പ്രദേശങ്ങളില് സുവിശേഷം എത്തുകയും ഗലീലയില് സഭയുണ്ടാവുകയും ചെയ്തു. പിന്നീട് ശമരിയയിലേക്ക് സുവിശേഷം വന്നു, ശമരിയയില് സഭയുണ്ടായി. പിന്നീട് അന്ത്യോക്യയിലേക്ക് വന്നു. പിന്നീട് ഏഷ്യ മൈനർ, യൂറോപ്പ്, ആഫ്രിക്ക, അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പറയുന്ന വിശാലമായ ഭൂപ്രദേശങ്ങൾ മുഴുവനും അനേക തദ്ദേശീയ സഭകൾ ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു എന്ന് ചരിത്രം, അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു.
എന്നാൽ ഈ വിവിധ സഭകള് ഉണ്ടായത് ഏതെങ്കിലും ഒരു മിഷണറി ടീമിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ആളുകളുടെ പ്രവർത്തനം കൊണ്ടല്ല. പൗലോസ് അപ്പോസ്തലനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരും അധ്വാനിച്ച് ധാരാളം പ്രദേശങ്ങളിൽ സഭകൾ ഉണ്ടായി. പത്രോസും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അപ്പോസ്തലന്മാരും മറ്റു അപ്പോസ്തലന്മാരൊക്കെ അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ വിശാലമായ ഭൂപ്രദേശങ്ങളിലൊക്കെ ധാരാളം സഭകൾ ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ ഈ വ്യത്യസ്ത അപ്പോസ്തലന്മാരിലൂടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ഉണ്ടായ സഭകള് എല്ലാം ക്രിസ്തുവിൽ ഒന്നായിരുന്നു എന്ന് നമുക്ക് ഈ എഴുത്തുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുവിൻ എന്ന് പൗലോസ് പറഞ്ഞതിന് ശേഷം പറയാണ്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അങ്ങനെ ഒരു ഒന്ന് പറയത്തക്ക രീതിയിൽ ഒത്തിരി കാര്യങ്ങള് ഒരു യൂണിഫൈങ് ഫാക്ടേഴ്സ് ആയിട്ട് ഈ വിശ്വാസികളെ മുഴുവൻ, സഭകളെ മുഴുവനും ഒന്നിച്ച് നിർത്തുന്ന ഘടകങ്ങളായിട്ട് പറയുകയാണ്. ഞാൻ കൊരിന്ത്യർ ലേഖനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ പല അധ്യായങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ ഈ സഭകളെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ സഭയെ കുറിച്ച് മാത്രമല്ല, കൊരിന്ത്യ സഭയിലുള്ള ഒരു വിഷയം അല്ലെങ്കിൽ കൊരിന്ത്യ സഭയ്ക്ക് മാത്രം ബാധകമായ കാര്യത്തെക്കുറിച്ചല്ല, എല്ലായിടത്തുമുള്ള എല്ലാ സഭകൾക്കും ബാധകമായ കാര്യങ്ങളാണ് താൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലതും കൊരിന്ത്യർ അവതരിപ്പിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൊരിന്ത്യ സഭ എന്നത് ഒരു ദേശത്തെ തനിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ്. ഒരർത്ഥത്തിൽ ലോക്കൽ ചർച്ച് എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. പക്ഷെ ഈ സമൂഹം ടോട്ടലി ഇൻഡിപെൻഡന്റ് അല്ല, സർവസ്വതന്ത്രമായി നിലകൊള്ളുന്ന ഒരു സമൂഹമല്ല. ഈ സഭയ്ക്ക് മറ്റ് സഭകളുമായി ഒരു ബന്ധം പല വിധത്തിലുണ്ട്. പല വിധത്തിലും ഇത് തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒന്നായിരിക്കുന്ന പല തലങ്ങളുമുണ്ട് എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുന്ന വാക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇതിന്റെ തുടക്കം തന്നെ 2-ാമത്തെ വാക്യത്തില്, കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ തന്നെ പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് എഴുതുന്നതാണ്. അവിടെ തന്നെ കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികള് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള മറ്റുള്ള എല്ലാവരിൽ നിന്ന് വ്യത്യസ്തരായ ഒരു സമൂഹം എന്ന നിലയിലല്ല, അവിടെയും ഇവിടെയും എവിടെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്നാണ്. മറ്റ് അനേക മനുഷ്യരോട് ചേർന്നാണ് കർത്താവ് ഇവരെയും വിളിച്ചത്. അവര് ഒരു യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹമായി അവര് തന്നെ വേർതിരിഞ്ഞ് നിൽക്കുക എന്നൊരാശയമല്ല. കർത്താവിന്റെ ആ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമായിട്ടുള്ള ഒരു ലോക്കൽ ബോഡിയാണ്, ഒരു തദ്ദേശീയ സമൂഹമാണ് കൊരിന്ത്യർ സഭ എന്ന് പൗലോസ് ഓർക്കുകയാണ്. അപ്പൊ നമുക്കങ്ങനെ വിശാലമായ ഒരു ബന്ധമുണ്ട്, വിശാലമായ ഒരു കണക്ഷൻ നമുക്കുണ്ട്. ഒരു തദ്ദേശീയ സഭയും ഒരു പ്രദേശത്താണ് നിലകൊള്ളുന്നതെങ്കിൽ പോലും മറ്റാരുമായി ബന്ധമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു രീതിയല്ല ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്, പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. തുടർന്ന് വായിക്കുമ്പോഴും 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറയാം, ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. ഏത് സഭയിലും പൗലോസ് അപ്പോസ്തലൻ ഉപദേശിക്കുന്ന അതേ ഉപദേശം തന്നെയാണ് കൊരിന്ത്യ സഭയിലും ഉപദേശിക്കാനായിട്ട് പോകുന്നത്, അവിടെയും ഓർപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഉപദേശത്തിന്റെ ഐക്യത കാണാം. ഒരു സ്ഥലത്ത് ഒരു ഉപദേശം, മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ഉപദേശം എന്ന രീതിയിലുള്ള വ്യത്യസ്തത ഒരിക്കലും ആദിമ നൂറ്റാണ്ടിന്റെ സഭകളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടാകാനായിട്ട് അപ്പോസ്തലന്മാര് സമ്മതിച്ചിരുന്നില്ല എന്ന് നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കുന്നതാണ്. 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം എല്ലാം 1 കൊരിന്ത്യരാണ്. 7-17 വരുമ്പോൾ, എന്നാൽ ഓരോരുത്തരും കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തരെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെ ആകുന്നു ഞാൻ സകല സഭകളിലും
ആജ്ഞാപിക്കുന്നു. ഇത് വിവാഹത്തെക്കുറിച്ചും വേർപാടിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാണ്. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നു. കൊരിന്ത്യ സഭയിലും മറ്റ് സഭകളിലും ഒക്കെ ഈ വിവാഹത്തെ സംബന്ധിച്ചും വേർപിരിയലിനെ സംബന്ധിച്ചും ഒക്കെ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കൽ അല്ലെങ്കിൽ ഉപദേശം ഒരേ ഉപദേശം തന്നെയാണ്. സാഹചര്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും അനുസരിച്ച് അതിനൊന്നും മാറ്റമില്ല. ആ ഒരേ ഉപദേശം തന്നെയാണ് ഇവരെ മറ്റ് സഭകളുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത്, മറ്റ് വിശ്വാസികളുമായി ഐക്യത്തിൽ സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. 11:16 1 കൊരിന്ത്യർ 11:16 വരുമ്പോൾ, ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവ സഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. ദൈവ സഭകൾക്കുമില്ല, അതായത് തല മൂടുന്നതിനെ സംബന്ധിച്ചും സബ്മിഷനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നതിന് ശേഷമാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും തർക്കിച്ചാൽ അങ്ങനെ ഒരു തർക്കമില്ല. കാരണം ഏത് സഭകളിലും ഉപദേശിച്ചത് ഇത് തന്നെയാണ്. ദൈവ സഭകൾക്ക് ആ വിഷയത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായമില്ല. ഇത് തന്നെയാണ് എല്ലാ സഭകളിലും പ്രാക്ടീസ് ചെയ്യുന്ന രീതി എന്നാണ് പറയുന്നത്. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 33-34 വാക്യങ്ങളിൽ, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പൊ അവിടെയും വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ ജാതികളുടെ സഭകളിൽ മാത്രം ശുശ്രൂഷ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജാതികൾ മാത്രമുള്ള സഭകളെയാണ് ഉപദേശിച്ചതെന്ന് പറയാൻ പറ്റില്ല. യവന സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിന്ന ആളുകളെയാണ് ഉപദേശിച്ചത് എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നതും തല മൂടുന്നതും ഒക്കെ ഒരു യവന സംസ്കാരത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ കൊരിന്ത് പോലുള്ള ഒരു പ്രത്യേക സ്ഥലത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പ്രശ്നമാണ് പൗലോസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ലോക്കലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഉപദേശമാണ്. ഇവിടെ മാത്രമല്ല, കൊരിന്തിന് മാത്രമല്ല, വിശുദ്ധന്മാരുടെ സകല സഭകളിലും എന്ന പോലെ, അതായത് മറ്റ് 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന മറ്റ് തദ്ദേശീയമായ സഭകളിലെ ആ രീതി തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൊരിന്തിലും അവതരിപ്പിക്കുന്നത്, പറഞ്ഞത് എന്നാണ്. പൗലോസിന്റെ തന്നെ മറ്റു ലേഖനങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ, അതായത് എല്ലാ സഭകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ സഭകളിലുമുള്ള സമാനമായിട്ടുള്ള ഉപദേശങ്ങളെയും പ്രാക്ടീസുകളെയും ഒക്കെ ഓർമ്മിച്ചുകൊണ്ടും നിങ്ങളും ഇതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് സഭകൾ തമ്മിലുള്ള ഐക്യത്തെ കുറിച്ച് ഓർപ്പിക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്ന ധാരാളം വചനഭാഗങ്ങളുണ്ട്. റോമാലേഖനം 16:16 വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുകയും ക്രിസ്തുവിന്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യും. ഇപ്പൊ പൗലോസ് അപ്പോസ്തലനാണ് ലേഖനം എഴുതുന്നത്. പക്ഷെ റോമായിലുള്ള സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അവര് ഒരപ്പോസ്തലന്മാരും അവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ പൗലോസ് പറയാണ്, യു ആർ നോട്ട് അലോൺ. നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സമൂഹമല്ല. വിശുദ്ധന്മാരുടെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്തു, നിങ്ങളുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾക്ക് ലോകത്തിലുള്ള മറ്റനേക വിശുദ്ധന്മാരുമായിട്ട് ഒരു ആത്മീക ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ സഭകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഉപദേശത്തിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പ്രാക്ടീസിലുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഞാനതിനെ എല്ലാം കൂടെ ഒരു അക്കമിട്ട് ഈ വാട്ട് മെയ്ഡ് ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് സ്റ്റാൻഡ് യുണൈറ്റഡ് എന്നുള്ള കുറച്ച് പോയിന്റുകൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പോയിന്റായിട്ട് അവതരിപ്പിക്കാം. അതായത് എന്തുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിലെ സഭകൾ എങ്ങനെ അവർക്ക് ഒന്നിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്നാമത് പറയുന്നത് ദേ ഹാഡ് കോമൺ ലീഡർഷിപ്പ്. അവർക്ക് ഒരു പൊതു സമ്മതരായ നേതാക്കന്മാരുണ്ടായിരുന്നു. ഓരോ തദ്ദേശീയ സഭയ്ക്കും മൂപ്പന്മാരുണ്ടായിരുന്നു, അതുപോലെ ഡീക്കന്മാരുണ്ടായിരുന്നു എന്നൊക്കെ ശരിയാണ്. പക്ഷേ ആ മൂപ്പന്മാരും ഡീക്കന്മാരും എന്നുള്ള അതിനും അപ്പുറത്തേക്ക് പോയിട്ട് ഈ സഭകളെ എല്ലാം കൂടി ചേർത്ത് നിർത്തുന്ന പൊതുവായ ഒരു നേതൃത്വ നിര ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഉണ്ടായിരുന്നു. അത് അപ്പോസ്തലന്മാര് 12 പേര് ഒരു വശത്ത്, പൗലോസ് അപ്പോസ്തലൻ ഒരു വശത്ത്, അങ്ങനെ 13 അപ്പോസ്തലന്മാര്. അവർ മാത്രമല്ല, അവരുടെ മിഷൻ ടീമിലുണ്ടായിരുന്ന മറ്റ് അനേക ദൈവദാസന്മാർ, ഇവരെല്ലാവരും ചേർന്ന ഒരു നേതൃത്വ നിര സകല സഭകൾക്കും ശുശ്രൂഷയ്ക്കായിട്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഇവരാരും സഭയുടെ അനുദിന പ്രവർത്തനങ്ങളിൽ കയറി ഇടപെട്ടവരോ
അല്ലെങ്കിൽ ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം പോലെ പ്രവർത്തിച്ചവരൊന്നുമില്ല. അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകൾ പല സഹോദരന്മാർക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാൽ അങ്ങനെയുള്ള ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റത്തിലല്ല അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചത്. എന്നിരിക്കലും സഭകൾക്ക് പൊതുവിൽ അവരുടെ ഉപദേശപരമായ ശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി, ആത്മീക വളർച്ചയ്ക്ക് സഹായിക്കാൻ വേണ്ടി, അവരുടെ പ്രശ്നങ്ങളെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അവർക്ക് നോക്കാനായിട്ട് ഒരു കൂട്ടം മാതൃകയുള്ള ദൈവഭക്തരായ പരിശുദ്ധാത്മ നിറവുള്ള നല്ല ദൈവദാസന്മാരുണ്ടായിരുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് അനേക സഭകളെ സംബന്ധിച്ച് പറയുമ്പോൾ ചിന്നിച്ചെതറി കിടക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന നല്ല നേതൃത്വത്തിന്റെ അഭാവമാണ്. ഈ കഴിഞ്ഞ ഒരു നാളില് കേരളത്തിൽ മാത്രം ലോകത്തിൽ എല്ലായിടത്തുമുള്ള ഒരു സഭാ സമൂഹമാണ് ബ്രദറൻ സഭാ സമൂഹം. ഈ ബ്രദറൻ സഭാ സമൂഹത്തിൽപ്പെട്ട ഒരു അറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ സ്ഥലത്തെ സഭയിലെ ഒരു ദിവസം ആരാധനയ്ക്കായിട്ട് സഭായോഗത്തിനായിട്ട് വന്നു. അദ്ദേഹം ചോദിച്ചു, ഞാൻ വന്നോട്ടെന്ന് ചോദിച്ചു. എനിക്ക് ഈ സഭയുടെ ആരാധന രീതികളൊന്നും അറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് വന്നോളാൻ പറഞ്ഞു. അദ്ദേഹം വന്നു, ആരാധനയിൽ പങ്കെടുത്തു. അപ്പൊ അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ബ്രദറൻ സമൂഹത്തിന് കേരളത്തിൽ ഇനി വലിയ സാധ്യതകളും ആയുസ്സും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതിന്റെ കാരണം ഈ സഭകളെ ഒരുമിപ്പിച്ച് നിർത്തുകയും അവരെ ഒരുപോലെ പഠിപ്പിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അവരെ ഐക്യത്തോടെ സൂക്ഷിക്കാനും പറ്റിയ ഒരു നേതൃത്വ നിര ഇല്ല. അവനവന്റെ വഴിക്ക് പോകുന്ന ഒരു രീതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തുള്ള സഭകളോ അല്ലെങ്കിൽ ഒരു സുവിശേഷകന്റെ കീഴിലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുണ്ടായ സഭകളോ മറ്റ് സുവിശേഷകന്മാരുടെ സഭകളോ തമ്മിലുള്ള ഐക്യമില്ല. അവരെ ഒത്തിരി പ്രശ്നങ്ങളിലാണ്, ഭിന്നതയിലാണ് എന്നൊക്കെ അദ്ദേഹം സങ്കടത്തോടെ പറയാനിടയായിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വ്യത്യസ്തത അല്ലെങ്കിൽ ഭിന്നതകളൊക്കെ ഉണ്ടാകുന്നത് ചോദിച്ചാൽ, എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന പല ഘടകങ്ങൾ ഉണ്ടാവണം. ആ പല ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ നല്ല അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു ഹൈറാർക്കിക്കൽ സിസ്റ്റത്തെ കുറിച്ചല്ല പറയുന്നത്. എല്ലാ സഭകളെയും മേൽ അധികാരം നടത്തുന്ന ഒരു ശ്രേണിയെ കുറിച്ചല്ല ഈ പറയുന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ കാണുന്നത് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് they had common doctrines. അവർക്ക് പൊതുവായ ഉപദേശ വിഷയങ്ങളുണ്ടായിരുന്നു. അവർ വിശ്വസിക്കുന്നതെല്ലാം ഒരേ ആശയങ്ങളായിരുന്നു. ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്, രക്ഷയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ കുറിച്ച്, ദൂതന്മാരെ കുറിച്ച്, ഇങ്ങനെ ഈ വ്യത്യസ്തമായ ഉപദേശ വിഷയങ്ങളില് അവർക്ക് ഒരു ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ല. എല്ലാ സഭകളും വിശ്വസിച്ചത് ഒന്ന് തന്നെയാണ്. നമ്മള് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ ആ വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടെ കണ്ടത് എന്താണ്? കർത്താവ് ഒരുവനാണ്, പ്രത്യാശ ഒന്നാണ്, വിശ്വാസം ഒന്നാണ്, സ്നാനം ഒന്നാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്ന് പറയാം. അപ്പൊ ഇതുപോലെ അനേക വിഷയങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ഒരിക്കലും അപ്പോസ്തലന്മാർ അനുവദിച്ചില്ല. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. കാരണം ഈ മനുഷ്യരെ രക്ഷിക്കുന്ന സുവിശേഷം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു തർക്കമുണ്ടായ പശ്ചാത്തലത്തില് പൗലോസ് അപ്പോസ്തലനും ബർന്നബാസും യെരൂശലേമിലെ അപ്പോസ്തലന്മാരുടെ അടുത്ത് ചെല്ലുന്നു. അവർ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. മൂപ്പന്മാരെല്ലാവരും സഭയെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് എന്താണ് മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ പരിപാടിയായ സുവിശേഷം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് അവര് തെറ്റായ ആശയങ്ങളെ തള്ളിക്കളയുകയും എല്ലാ സഭകൾക്കും ശരിയായിട്ടുള്ള ആശയം എന്താണ് എന്നത് സംബന്ധിച്ച്, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ന്യായപ്രമാണവും പുതിയ നിയമസഭയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് വ്യക്തമാക്കിക്കൊണ്ട് എല്ലായിടത്തും സർക്കുലർ അയച്ചു, കത്തുകൾ അയച്ചു. അങ്ങനെ അവർ ആ പ്രശ്നം പരിഹരിക്കുകയാണ്. അതുപോലെ നമ്മൾ നോക്കിയാൽ ലേഖനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ഒരു വ്യത്യസ്ത ഉപദേശം വരാനായിട്ട് അപ്പോസ്തലന്മാർ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള പ്രവണതകൾ കാണുമ്പോൾ തന്നെ അതിനെതിരെ ശക്തമായ ഭാഷയിൽ ലേഖനങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പൊ ഗലാത്യ ലേഖനം എഴുതിയത് ജുഡൈസേഴ്സ്, യഹൂദ മതത്തിന്റെ ആചാരങ്ങളെ അല്ലെങ്കിൽ അതിന്റെ പ്രമാണങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ആ ഒരു പ്രവണതയ്ക്കെതിരെയാണ്. കൊളോസ് ലേഖനത്തിന്റെ കാര്യം നമുക്കറിയാം. നോസ്റ്റിസിസവും ഡോസറ്റിസിസവും ഒക്കെയാണ് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. യോഹന്നാൻ അപ്പോസ്തലന്റെ ലേഖനങ്ങൾ നമുക്കറിയാം. അങ്ങനെ ഏത് ലേഖനങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കുറെ ഉപദേശ വിഷയങ്ങളെ സംബന്ധിക്കുന്ന തിരുത്തലുകളും അതുപോലെ അതിനെതിരെയുള്ള തെറ്റായ ആശയങ്ങൾക്കെതിരെയുള്ള എഴുത്തുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എവിടെ നോക്കിയാലും
അതായത് അപ്പോസ്തലന്മാര് പഠിപ്പിച്ച ഉപദേശത്തിൽ നിന്ന് വ്യത്യസ്തമായി ആര് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അതൊക്കെ ഹെറിസിയായി, അതൊക്കെ ദുരുപദേശമായി പ്രഖ്യാപിക്കുകയും അങ്ങനെയുള്ള ആളുകളെ സഭയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്ത് സഭയുടെ ആ ഉപദേശ വിശുദ്ധി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ചരിത്രം അപ്പോസ്തലിക കാലഘട്ടത്തിൽ മാത്രമല്ല അതിനുശേഷം വരുന്ന സഭാപിതാക്കന്മാരുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. പിന്നീട് അതൊക്കെ വ്യത്യാസം വന്നു പോയി എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഈ അപ്പോസ്തലന്മാരുടെ കാലത്ത്, അപ്പോസ്തലിക പിതാക്കന്മാരുടെ കാലത്ത്, സഭാപിതാക്കന്മാരുടെ കാലത്തും ഒക്കെ ഇത്തരത്തിൽ ഉപദേശ വിശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം. നമ്മൾ അപ്പസ്തോലിക പിന്തുടർച്ചയിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. അപ്പസ്തോലന്മാർക്ക് പിന്തുടർച്ചയില്ല, പക്ഷെ അപ്പസ്തോലിക ഉപദേശം അത് കൈമാറ്റം ചെയ്ത് പോരുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. സോ അപ്പസ്തോലിക് ഡോക്ട്രിന് ഒരു പിന്തുടർച്ചയുണ്ട്, അതിന് മാറ്റം വരുത്താനായിട്ട് ആർക്കും അനുവാദമില്ല. 1-ാം നൂറ്റാണ്ടിലെ സഭകളെ, അതിനുശേഷമുണ്ടായ സഭകളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തിയത് ഈ ഉപദേശപരമായ ഐക്യതയാണ്. എല്ലാവരും ഒന്ന് തന്നെ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് മൊണ്ടാനസിനെയും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ആളുകളെ സഭ ഭാഷണ്ഡിയായി പ്രഖ്യാപിച്ച് പുറത്താക്കിയത്. അതുകൊണ്ടാണ് ഈ ഏരിയനിസത്തെ സഭ തള്ളിക്കളഞ്ഞത്. അതുകൊണ്ടാണ് സെബേലിനിസത്തെ സഭ തള്ളിക്കളഞ്ഞത്. പിന്നീട് റോമനിസമായാലും ഇന്ന് പ്രോസ്പെരിറ്റി ഗോസ്പൽ ആയാലും ഇതിനെയൊക്കെ സഭ തള്ളിക്കളയുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ അപ്പസ്തോലികമായ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള യാതൊരു ഉപദേശങ്ങൾക്കും ദൈവസഭയിൽ സ്ഥാനമില്ല. അങ്ങനെ സ്ഥാനം ലഭിച്ചാൽ സഭകളുടെ ഐക്യത്തെ അത് ബാധിക്കും, സഭകള് ഭിന്നിച്ചു പോകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം അതിന്റെ പിറകിലുള്ളത് കൊണ്ടാണ് അപ്പോസ്തലന്മാർ ഒരു കാരണവശാലും അത് സമ്മതിച്ചില്ല. മൂന്നാമത്, ദേ ഹാഡ് കോമൺ പ്രാക്ടീസസ്. അപ്പോസ്തോലിക സഭകളിലെല്ലാം ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികൾക്കെല്ലാം എല്ലാ ആചാരങ്ങളും ഒരുപോലെയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കർത്തൃമേശ ആചരണം, അവിടെ എന്താണ് മുദ്രിച്ചാറും ഗോതമ്പപ്പവും ആയിരുന്നു നമുക്കറിയാം. അപ്പോസ്തലന്മാര് പോയ സ്ഥലത്തെല്ലാം അത് തന്നെയാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ വിവാഹത്തെ സംബന്ധിച്ചുള്ള ഉപദേശം, ഡിവോഴ്സിനെ സംബന്ധിച്ചുള്ളത്, അതുപോലെ സഹോദരിമാരെ ശിരസ് മൂടുന്നത് സംബന്ധിച്ചുള്ളത്, പിന്നെ ഇങ്ങനെ എന്താണ് സഭയിലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങള്, ശുശ്രൂഷ ആരാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ച്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രാക്ടീസുകളും എല്ലാ സഭകളിലും ഒരുപോലെ തന്നെയായിരുന്നു എന്നുള്ള ഒരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. സോ അവർക്ക് പൊതുവായ ഒരു നേതൃത്വ നിരയുണ്ടായിരുന്നു, പൊതുവായ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു, പൊതുവായ ആചാരാനുഷ്ഠാനം ഉണ്ടായിരുന്നു. മാത്രമല്ല, നാലാമതായിട്ട് പറയാം, ദേ ഹാഡ് എ കോമൺ ഗോൾ. ഒരു പൊതു ലക്ഷ്യം 1-ാം നൂറ്റാണ്ടിലെ സഭകൾക്കുണ്ടായിരുന്നു. റോമായിലുള്ള അല്ലെങ്കിൽ ജെറുസലേമിലുള്ള സഭയ്ക്ക് ഒരു ലക്ഷ്യവും അന്ത്യോക്യയിലുള്ള സഭയ്ക്ക് മറ്റൊരു ലക്ഷ്യമായിരുന്നു. അവർക്കെല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം മഹാനിയോഗത്തിന്റെ നിവൃത്തിയാണ്. അപ്പൊ കർത്താവ് അവസാനമായി ഏൽപ്പിച്ചു പോയ ആ കൽപ്പന നിവർത്തിക്കണം, സകല ജാതികളെയും ശിഷ്യരാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം, ഒരു കോമൺ ഗോൾ. ആ ലക്ഷ്യമാണ് ഇവരെല്ലാവരെയും ചേർത്ത് നിർത്തിയത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ മിഷൻ യാത്രകളിൽ അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ ടീമിലേക്ക് പല തദ്ദേശീയ സഭകളിൽ നിന്ന് ആളുകളെ അയച്ച് പ്രവർത്തിക്കുന്ന നമുക്ക് കാണാം. അപ്പൊ അത് അന്ത്യോക്യ സഭയുടെ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇപ്പൊ ഫിലിപ്പീനെ സഭ എന്തിനാണ് എഫ്രായിത്തോസിനെ അങ്ങോട്ട് അയക്കുന്നത്, അല്ലെങ്കിൽ ലുസ്ട്രയിൽ എന്തിനാണ് തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുന്നത്, അത് അന്ത്യോക്യരുടെ ആൾക്കാരുടെ കാര്യമല്ലേ എന്നല്ല അവർ ചിന്തിച്ചത്. ഇത് കർത്താവിന്റെ പരിപാടിയാണ്, കർത്താവിന്റെ മഹാനിയോഗത്തിന്റെ പരിപാടിയാണ്. അതുകൊണ്ട് ഏത് തദ്ദേശീയ സഭകളിലുള്ള ആളുകൾക്കും ഈ പൗലോസ് അപ്പോസ്തലന്റെ വേലയോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ടീമിലേക്ക് അവരുടെ സഭയിൽ നിന്ന് ആളുകളെ വേർതിരിച്ച് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും ഒരുമിച്ച് ആശയപരമായി ഐക്യത്തിൽ നിന്നുകൊണ്ട് പരസ്പരം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്നും ഹൃദയത്തിൽ വേറെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഒരൊറ്റ ലക്ഷ്യവും, അത് സകല ജാതികളെയും ശിഷ്യരാക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ തുടങ്ങിയ കാലത്തൊക്കെ എല്ലാ സഭകളും തമ്മിലുണ്ടായിരുന്ന കൂട്ടായ്മയുടെ ആ ഐക്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നു. അന്ന് തദ്ദേശീയ സഭകൾക്കെല്ലാം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ദേശത്തെ കർത്താവിന് സുവിശേഷം കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മുതിർന്ന സഹോദരനെ ചില നാളുകൾക്ക് ശേഷം കാണാനിടയായി. അപ്പോ അദ്ദേഹം ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: നമ്മുടെ ആ ഗോസ്പൽ ടൂറൊക്കെ എന്ത് സന്തോഷമായിരുന്നു, എന്ത് അനുഗ്രഹമായിരുന്നു അല്ലേ എന്ന്. അപ്പൊ എനിക്കും അത് കേട്ടപ്പോ എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഒരു സന്തോഷം. കാരണം
പല ഗോസ്ബൽ ടൂറുകൾക്കും ഈ സഹോദരനോടും മറ്റ് പല മുതിർന്ന സഹോദരന്മാരോടൊക്കെ ഒരുമിച്ച് കേരളത്തിന്റെ ഒരറ്റത്ത് മറ്ററ്റം വരെ യാത്ര ചെയ്യുകയും സുവിശേഷം പറയുകയും ക്ലാസ്സുകൾ എടുക്കുകയും ഭവനങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത ഒരു നല്ല കാലത്തെ കുറിച്ചാണ് പ്രിയ സഹോദരൻ ഓർമ്മിച്ചത്. അതൊരു നല്ല കാലമായിരുന്നു എന്ന് പറഞ്ഞാൽ സഭകൾക്ക്, ഓരോ തദ്ദേശീയ സഭകൾക്കും അന്ന് ഒരൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി സാമ്പത്തിക കൂട്ടായ്മ കാണിക്കാനും അതിലേക്ക് ആളുകളെ അയക്കാനും അവിടെ ഇന്ന സഭ ഇന്ന ടീം അപ്പുറത്തെ ടീം എന്നൊന്നും യാതൊരു വിധത്തിലുള്ള പിരിവുകൾ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെ നിന്നാണ് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു കോമൺ ഗോൾ വളരെ ആവശ്യം. അഞ്ചാമതായിട്ട് അപ്പസ്തോലിക കാലഘട്ടത്തെ സഭകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഐക്യത്തിന് കാരണമായിട്ടുള്ളത് അവര് പ്രശ്നങ്ങൾ ഉള്ളത് അത് അപ്പൊ പരിഹരിച്ചു പോയി എന്നുള്ളത്. ഈ സഭകളില് ഐക്യക്കുറവ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഭിന്നത ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളാണ്. അത് വ്യക്തികൾ തമ്മിലുള്ളതാണേലും ഉപദേശപരമാണേലും ഒക്കെ നേതൃത്വം സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിലും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ സഭകളുടെ ഐക്യത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ മാതൃക നോക്കിയാൽ അവര് ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും, ആദ്യമേ സഭയിൽ ഉണ്ടായത് ഉപദേശപരമായ പ്രശ്നമായിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തില് യവന വിധവമാരും എബ്രായ വിധവമാരും തമ്മിലുള്ള ഒരു തരംതിരിവ് അല്ലെങ്കിൽ ഒരു മുഖപക്ഷം കാണിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ആദ്യം ഉണ്ടായത്. അത് സംബന്ധിച്ച് അപ്പോസ്തലന്മാര് പോസിറ്റീവായിട്ട് ചിന്തിച്ചു. അല്ലാതെ നിങ്ങളൊക്കെ ആരുടെ ഞങ്ങളെ കുറ്റം പറയാൻ എന്നൊന്നും ചോദിച്ചത് അതിനെ എതിർത്തൊന്നുമില്ല. അവരുടെ അധികാരം കാണിക്കാൻ തോന്നുന്നില്ല. അവർക്ക് കാര്യം മനസ്സിലായി. അവർ ആ പ്രശ്നം ദൈവത്തിൽ ആശ്രയിച്ചു. അവരത് ഭംഗിയായിട്ട് പരിഹരിച്ചു. മാത്രമല്ല അനേക സഭകൾക്ക് പിന്നീട് മാതൃകയാകത്തക്ക രീതിയിലാണ് ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉപദേശപരമായിട്ടുള്ള ഒരു ആശയ വ്യത്യാസം, ഒരു ഭിന്നത, അതെങ്ങനെ അവർ പരിഹരിച്ചത്? അതിനെ മിണ്ടാതിരുന്നില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഉപദേശത്തിൽ പൊക്കും, ഞങ്ങൾ ഞങ്ങളുടെ ഉപദേശത്തിൽ പൊക്കണം എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടായിട്ട് പിരിയാനും തീരുമാനിച്ചൊന്നുമില്ല. അവർ പറഞ്ഞത് ഇങ്ങനെ വിടേണ്ട ഒരു വിഷയമല്ല. നമുക്ക് യെരുസലേമിൽ പോവാം, അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോവാം, അവിടെയുള്ള മൂപ്പന്മാരുമായിട്ടിരിക്കാം, സംസാരിക്കാം. ഈ വിഷയത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു, ശരിയായ ആശയം എന്താണ്, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതാണ് അവർ തീരുമാനിച്ചത്. അവരതിനുവേണ്ടി അധ്വാനിച്ചു, യാത്ര ചെയ്തു, ഒരുമിച്ചിരുന്നു, മണിക്കൂറുകൾ പക്ഷെ ചർച്ച ചെയ്ത് കാണും. അങ്ങനെയാണ് ആ വിഷയം അവർ പരിഹരിച്ച് മുന്നോട്ട് പോയത്. സഭയുടെ ചരിത്രമൊക്കെ പറയുന്നതാണ്. ഈ സൂനകദോസുകളുടെ ചരിത്രമൊക്കെ പറയുന്നതാണ്. ഇക്കിയ സൂനകദോസ് അല്ലെ, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള തെറ്റായ ഉപദേശം അരിയൂസ് പഠിപ്പിച്ചു. അന്നത്തെ സഭയുടെ ശുശ്രൂഷ ചെയ്ത സഹോദരന്മാരെ സഭ അത് സാരമായിട്ട് എടുത്തില്ല. അരിയൂസ് എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. അവര് ഒരുമിച്ച് കൂടിയിരുന്ന് അരിയൂസിന്റെ ഉപദേശത്തെ വിശകലനം ചെയ്തു, ദൈവവചനം എടുത്ത് വളരെ വിശദമായി പഠിച്ചു. അതിന്റെ പോരായ്മകൾ, അതിന്റെ പൊരുത്തക്കേടുകൾ, അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അവർക്ക് മനസ്സിലായി. അവര് ആ വിഷയം ആ സൂനകദോസിൽ പരിഹരിക്കുകയാണ്. അരിയൂസിനെയൊക്കെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഏത് തെറ്റായ ഉപദേശ സഭയിൽ വന്നാലും അതിനെക്കുറിച്ച് കൂടിയിരുന്ന് ആലോചിക്കുകയും പരിഹരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് ആദിമ സഭകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇനി ഈ ഉപദേശ വിഷയങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ, അവരുടെ ഓരോ സഭകളിലുമുള്ള വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും അപ്പോസ്തലന്മാര് പല സമയത്തും അത് ഇടപെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, അവിടെ ലുവോദിയ സുന്തുക എന്ന രണ്ട് സഹോദരിമാര് തമ്മിലുള്ള ഐക്യക്കുറവിനെ കുറിച്ച്, സ്നേഹക്കുറവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ലുവോദിയോടും സുന്തുകയോടും ഏക മനസ്സോടെ ഇരിക്കാനായിട്ട് കർത്താവിൽ പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ആളുകളുടെ ജീവിതത്തില് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും, ഉപദേശ വിഷയമാണെങ്കിലും, ഇനി ആചാരപരമായിട്ടുള്ള വിഷയമാണെങ്കിലും, കൊരിന്ത്യ സഭയിലെ ലേഖനത്തിൽ നമുക്ക് എത്രയോ കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ കറക്റ്റ് ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി തെറ്റായ അവരുടെ ചെയ്തികള്, അവരുടെ ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങളും ഉപദേശങ്ങളും ഒക്കെ അദ്ദേഹം കറക്റ്റ് ചെയ്ത് പോകുന്ന നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയുള്ള ഇടപെടലുകള്, അങ്ങനെയുള്ള കറക്ഷൻസ്, പ്രശ്ന പരിഹാരം ഉണ്ടാക്കിയത്. അപ്പൊ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് അല്പം മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ഒരു പ്രശ്നത്തിനകത്ത് ഇടപെടുക, പ്രശ്നം പരിഹരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒത്തിരി മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ മുഖപക്ഷം എന്നതും ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ ഇടപെട്ട ആളുകൾ, നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ, നമുക്ക് പ്രിയപ്പെട്ട ആളുകളാണെങ്കിൽ നമുക്കത് ഇടപെടാനായിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടാക്കി തീർക്കുന്ന ഒരു കാര്യം. പക്ഷെ എത്ര
പ്രിയപ്പെട്ട ആളുകളാണെങ്കിലും ശരി, എത്ര പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണെങ്കിലും ശരി, സഭയ്ക്കുള്ളില് ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് സഭയ്ക്കുള്ളിലുള്ള ഐക്യത്തെയും ബാധിക്കും, സഭകൾ തമ്മിലുള്ള ഐക്യത്തെയും ഒക്കെ ബാധിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഈ ഒരു സഭയിലെ പ്രശ്നമുണ്ടായി രണ്ടു കൂട്ടമായിട്ട് തിരിഞ്ഞു, ആ രണ്ടു കൂട്ടം ആളുകളെ നിങ്ങൾ കുറച്ചുപേരെ യോജിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ അപ്പുറത്ത് പോയി വേറൊരു സഭ നോക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സൊല്യൂഷനെ കുറിച്ചല്ല നമ്മൾ ഇവിടെ കാണുന്നത്. ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ ആ വ്യക്തികൾ തമ്മിൽ രമ്യതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രശ്ന പരിഹാരം, ദൈവത്തിന്റെ വചനം അംഗീകരിക്കുന്ന, ദൈവജനത്തിന്റെ പ്രമാണങ്ങൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ അത്തരത്തിൽ അത് ആത്മീകമായ രീതിയിൽ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കാതെ പോകുന്നത് എന്നതൊക്കെ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇനി ആറാമതൊരു കാര്യം കൂടെ ഞാൻ അതിനോട് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. സഭകള് ഒന്നിച്ച് നിൽക്കാനായിട്ട് കാരണമായി തീർന്നത് ഒരു തദ്ദേശീയ സഭ എടുക്കുന്ന തീരുമാനം മറ്റ് തദ്ദേശീയ സഭകള് ബഹുമാനിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് ഒരാളെ പുറത്താക്കി ഒരു ശിക്ഷണ നടപടി എടുത്തെങ്കിൽ മറ്റ് സഭകള് ആ നിലയിൽ തന്നെ അതിനെ സ്വീകരിക്കുകയും അതിന് പിന്തുണയായി നിൽക്കുക അല്ലെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കാനൊന്നും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ തദ്ദേശീയ സഭകളിൽ ഓരോ സഭയും എടുക്കുന്ന തീരുമാനത്തെ മറ്റ് സഭകള് മാനിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് മറ്റ് ആളുകളുടെ അഭിപ്രായങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ തിരഞ്ഞു കഴിഞ്ഞപ്പോൾ ജയൻ ഡാർബി എന്ന് പറയുന്ന ബ്രദറൻ സഭയുടെയൊക്കെ ആദ്യകാല പ്രവർത്തകനായ ഒരു വലിയ ദേവദാസനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഇങ്ങനെ വായിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്: ഐ ഹാവ് ഓൾവേസ് ഫൗണ്ട് ദാറ്റ് റെസ്പെക്ടിങ് ദ ആക്ഷൻ ഓഫ് ആൻ അസംബ്ലി prima facie is the way of wisdom and what God wants. മറ്റ് ഒരു സഭ എടുത്ത നടപടി, ഒരു തദ്ദേശീയ സഭ എടുത്ത നടപടി, അതിനെ ബഹുമാനിക്കുക എന്നതാണ് ജ്ഞാനത്തിന്റെയും അത് തന്നെയാണ് ദൈവത്തിന്റെയും വഴി എന്നാണ്. A judgment of an assembly, even if I thought it a mistake, I should in the first instance accept and act upon. ഒരു സഭ എടുത്ത തീരുമാനം അല്ലാതെ അവരുടെ ഒരു ജഡ്ജ്മെന്റ് ഇനി തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയാൽ പോലും ഞാൻ അതിനെ ആദ്യമേ തന്നെ എതിർക്കാനായിട്ടോ ചോദ്യം ചെയ്യാനായിട്ടോ പോകില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. മൈ എക്സ്പീരിയൻസ് ഹാസ് ബീൻ ദാറ്റ് ദ പാത്ത് ഓഫ് ഗോഡ് ഈസ് ടു റെസ്പെക്ട് ദ ജഡ്ജ്മെന്റ് ഓഫ് ആൻ അസംബ്ലി ഓഫ് ഗോഡ്. എന്റെ എക്സ്പീരിയൻസ്, എന്റെ അനുഭവം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം പറയുകയാണ്, ദൈവത്തിന്റെ വഴി ഇതാണ്, ടു റെസ്പെക്ട് ദ ജഡ്ജ്മെന്റ് ഓഫ് അസംബ്ലി ഓഫ് ഗോഡ്. ദൈവസഭയുടെ തീരുമാനത്തെ ബഹുമാനിക്കുക. എന്നിട്ട് പറയാണ്, while free to remonstrate and beg them to review their judgment. ഒരു സഭ എടുക്കുന്ന തീരുമാനത്തെ, ആ തീരുമാനത്തോട് നമുക്ക് എത്രമാത്രം യോജിപ്പുണ്ട് വിയോജിപ്പുണ്ട് എന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഒന്ന്, ആ സഭയുടെ തീരുമാനത്തെ നമ്മൾ ഇനി എന്നിട്ട് അദ്ദേഹം പറയാണ്, while we are free to remonstrate and beg them to review their judgment. നമുക്ക് അതിനോടൊരു അതൃപ്തിയോ വിയോജിപ്പോ പ്രകടിപ്പിക്കാൻ സ്നേഹത്തിൽ സാധിക്കും. മാത്രമല്ല ആ വിധി, ആ ഒരു തീരുമാനം പുനർപരിശോധിപ്പിക്കാനായിട്ട് നമുക്ക് ബെഗ് ചെയ്യാവുന്നതാണ്. നമുക്ക് കൽപ്പിക്കാന്നോ നമുക്ക് ആജ്ഞാപിക്കാന്നോ ഒന്നുമല്ല. വി ക്യാൻ ബെഗ് ദം ടു റിവ്യൂ ദ ജഡ്ജ്മെന്റ്. നമ്മളോട് പരിശോധിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ ഒന്ന് ചോദിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യത്തിലുണ്ട്. എന്നാൽ ഒരു സഭ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് എതിരായിട്ട് നിൽക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കുന്നത് സഭകളുടെ ഐക്യത്തെ അത് ക്രിയാത്മകമായി ഒരിക്കലും സഹായിക്കില്ല. സഭയുടെ ഐക്യത്തെ തകർക്കാൻ മാത്രമേ അത് കാരണമായി തീരുകയുള്ളൂ. ഞാനത് പൊതുവിൽ സഭകൾ തമ്മിലുള്ള ഐക്യത്തെ കുറിച്ചാണ്. ഇനി ഒരു തദ്ദേശീയ സഭയിലേക്ക് വരുമ്പോൾ അവിടെയും പല കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ വേഗത്തിൽ പറയുകയാണ്, ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഇതെല്ലാം അവതരിപ്പിക്കാനായിട്ടുള്ള വിശാലമായ സമയത്ത് തദ്ദേശീയ സഭയിലെ ഭിന്നതയ്ക്ക് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വേഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു കാര്യങ്ങള്. വിശ്വാസികളുടെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് അവിടെ കാണാം. ശാഠ്യം, ദുരഭിമാനം, ഈഗോ പ്രോബ്ലം എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന കാര്യം തന്നെയാണ്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ മറ്റൊരുത്തനെ ശ്രേഷ്ഠനായിട്ട് എണ്ണിക്കൊള്ളണം എന്ന് കർത്താവിന്റെ മാതൃക അനുസരിച്ച് ഓരോ ഫിലിപ്പിലെ 2-ാം അധ്യായത്തില്
പ്രബോധിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ പല സഭകളിലും പല പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറഞ്ഞാൽ ഈ ശാഠ്യവും ദുരഭിമാനവും ഒക്കെയാണ്. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള്, അല്ലെങ്കിൽ എന്റെ അഭിപ്രായം എല്ലാവരും മാനിക്കണം, അംഗീകരിക്കണം, ഞാൻ പറയുന്നത് കേട്ടില്ല, ഞാൻ പറയുന്നത് കേൾക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ശാഠ്യമുണ്ട്. ഇനി ഞാൻ പറയുന്ന അഭിപ്രായം സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ അതിനോട് നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട്, വാക്കൗട്ട് നടത്തുന്ന ആളുകളുണ്ട്, പിന്നെ സ്തോത്രകാഴ്ചയായിട്ട് നിർത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒത്തിരി രീതിയിൽ അവരുടെ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്ന ദുരഭിമാനത്തിന്റെ ശാഠ്യത്തിൻ്റെതായ പ്രകടനങ്ങളൊക്കെ പല സഭകളിലും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഈ ഈഗോ പ്രോബ്ലം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. സഭകളിലെ ഒത്തിരി പ്രശ്നങ്ങളുടെയും പിറകില് ഈ ഞാൻ എന്ന് പറയുന്ന ഭാവത്തെ ത്യജിക്കാത്ത വിശ്വാസികളുടെ അത്തരത്തിലുള്ള മനസ്സാണ്. കർത്താവിന്റെ ശിഷ്യനായി തീരണമെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം എന്ന് കർത്താവ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ സ്വയത്തെ ത്യജിക്കാതെ, ഞാനെന്ന് പറയുന്ന ഈ ഭാവത്തെ ത്യജിക്കാതെ വിശ്വാസ ജീവിതത്തിൽ തുടരുന്നതാണ് പല ഭിന്നതകൾക്കും കാരണം എന്നതിന് യാതൊരു സംശയമില്ല. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കാണാൻ കഴിയാത്തതാണ് പ്രശ്നം. രണ്ടാമത് ജഡികതയാണ്. അതായത് വിശ്വാസികൾ സഭയിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ തന്നെ പലരും ജഡികരാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തില് 2-3 അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ 3 തരത്തിലുള്ള മനുഷ്യരെ അവതരിപ്പിക്കുന്നു. പ്രാകൃത മനുഷ്യൻ, അതുപോലെ തന്നെ ആത്മീക മനുഷ്യൻ, ജഡിക മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ സഭയ്ക്ക് പുറത്തുള്ളവരാണ്, രക്ഷിക്കപ്പെടാത്തവരാണ്, പരിശുദ്ധാത്മാവില്ലാത്തവരാണ്. എന്നാൽ ഈ ആത്മീകരും ജഡികരും സഭയ്ക്കുള്ളിൽ തന്നെയുള്ള 2 സമൂഹങ്ങളാണ്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവരിലേക്ക് ദൈവം അയച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ ആത്മീകനോ ജഡികനോ ആയി മാറുന്നത്. രക്ഷിക്കപ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് ആത്മഫലങ്ങളുള്ളവനായി തീരുന്ന, അങ്ങനെ മുമ്പോട്ട് പോകുന്ന, വളർച്ചയുടെ പാതയിൽ മുമ്പോട്ട് പോകുന്ന ഒരു മനുഷ്യൻ ആത്മീകനായി തീരും. ഇനി രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വിധേയപ്പെടാതെ ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് തന്നെ ജീവിക്കുന്ന, ജഡമോഹങ്ങൾക്കനുസരിച്ച് തന്നെ നയിക്കപ്പെടുന്ന, ജഡം നയിക്കുന്ന മനുഷ്യരുണ്ട്. അവരാണ് ജഡികരായ മനുഷ്യർ. ഈ 2 കൂട്ടം ആളുകളും സഭയ്ക്കകത്ത് ഉള്ള ആളുകൾ തന്നെയാണ്. ഈ ജഡികതയാണ് പല സഭകളിലെയും ഭിന്നതയ്ക്ക് കാരണം. ജഡികത എന്ന് പറഞ്ഞാൽ അതിനകത്ത് അസൂയുണ്ട്, പിണക്കമുണ്ട്. ഒരു സഹോദരൻ നന്നായിട്ട് പ്രസംഗിക്കുന്നു, ലീഡർഷിപ്പിലുള്ള ആളുകൾ തന്നെയായിരിക്കും, ഒരാൾക്ക് മറ്റൊരാളോട് അസൂയ തോന്നുന്നു. ഒരു സഹോദരൻ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നു, അദ്ദേഹത്തെ കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്നു, അതിന്റെ പ്രശ്നങ്ങള് മറ്റൊരു സഹോദരൻ ഉണ്ടാകും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് ഏഷണി പറയുന്നു, പരദൂഷണം പറയുന്നു. അത് പകയിലേക്ക് മാറുന്നു, അത് എന്താണ് ക്ഷമയില്ലായ്മയിലേക്കും പ്രതികാരത്തിലേക്കും സഹിഷ്ണുതയില്ലായ്മയിലേക്കും ഒക്കെ മാറുന്നു. ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ കൊരിന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നും നമ്മുടെയൊക്കെ ഇടയിൽ പല സഭകളിലും ഇത്തരത്തിലുള്ള ജഡത്തിന്റെ പ്രവൃത്തികൾ കാണാൻ സാധിക്കുന്നു. അത് പല സ്ഥലത്ത് ഭിന്നത ഉണ്ടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങള് പരിഹരിക്കാതെ പോവുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പല സഭകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ 2 വ്യക്തികൾ തമ്മിലായിരിക്കും ഇഷ്ടക്കേട് തോന്നുന്നത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ആ വ്യക്തികളിൽ അത് ഒതുങ്ങുന്നില്ല, അടുത്ത ലെവലിലേക്ക് അത് പോവുകയാണ്. 2 വ്യക്തികൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളിലേക്ക് അത് ബാധിക്കാം. അവർ വീട്ടിൽ പോയിരിക്കുന്ന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, മറ്റാളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, വിധി പ്രഖ്യാപിക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. ഇതെല്ലാം കുടുംബത്തിലുള്ള എല്ലാവരും കേൾക്കുന്നു, അവരൊരു ടീമായിട്ട് മാറുന്നു. 2 കുടുംബങ്ങൾ തമ്മിൽ അകൽച്ചയിലേക്ക്. ഇനി ഈ 2 കുടുംബങ്ങളിൽ ആരാണ് ശരി എന്നുള്ള ചർച്ചയിലേക്ക് സഭയിലെ മറ്റു കുടുംബങ്ങൾ പോരും, അവരും ഈ ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരുന്നു. ഇങ്ങനെ വ്യക്തി ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കിടന്നാൽ അത് സഭയുടെ സമാധാനവും സഭയുടെ ഐക്യത്തെയൊക്കെ തകർക്കുക എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇത്രയും വേഗത്തില് വ്യക്തി ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്നെ പോകണം. നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളൊന്നും, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാൻ മനസ്സുള്ള ഏത് വിശ്വാസികൾക്കും വിശ്വാസ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളും പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും എന്നതാണ്. നമ്മൾ ഈ നീതി ന്യായം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്. നമുക്ക് ക്ഷമിക്കാനും അതുപോലെ കരുണ കാണിക്കാനും ഒക്കെ കഴിയും എന്നതാണ്. ചില കാര്യങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരാളൊരു പരദൂഷണം പറഞ്ഞു, അതിനിപ്പോ എന്താ പരിഹാരം? അയാളെ കൊണ്ട് വേണേൽ പരസ്യമായിട്ടൊന്ന് ക്ഷമ പറയിക്കാം, അല്ലെ? അതൊക്കെ പറഞ്ഞാലും പ്രശ്നം തീരണമെന്നില്ല. പക്ഷെ അത് ക്ഷമിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ സൗരം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും? ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാൻ കഴിയാത്തൊരു മനസ്സുള്ളതാണ് പലരുടെയും പ്രശ്നം. അപ്പൊ ഇതൊക്കെ സാധ്യമാണ്.
ക്രിസ്തുവിൽ സാധ്യമാണ്. ലുവോദിയ സ്വന്തയെ കുറിച്ച് പറയുമ്പോൾ കർത്താവിൽ എന്ന് പ്രത്യേകം പൗലോസ് അപ്പോസ്തലൻ പറയാം. അപ്പൊ ഈ ഭിന്നതകളെയും പ്രശ്നങ്ങളെയും ഒക്കെ പരിഹരിക്കാനായിട്ടുള്ള ഒരു കോമൺ പോയിന്റ് എന്ന് പറയുന്നത് കർത്താവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കുള്ള ബന്ധമാണ്. കാൽവരി ക്രൂശിൽ നമ്മൾ അനുഭവിച്ച പാപത്തിന്റെ ക്ഷമയാണ്. എഫെസ്യർ 4-ാം അധ്യായത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനൊക്കെ പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ ആ പോയിന്റിലേക്ക് വരണം, ഇൻ ക്രൈസ്റ്റിലേക്ക് വരണം, എങ്കിലേ നമുക്ക് ഈ വ്യക്തി ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. 4ാമത്, പൊതുവായ ഒരു ലക്ഷ്യ സഭയ്ക്കില്ലാതെ പോകും. അപ്പൊ കൊരിന്ത്യ സഭയില് സംഭവിച്ച ഒരു കാര്യത്തെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ അവിടെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കുക. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സന്ദേശം, സകല ജനതകളെ രക്ഷിക്കുന്ന ആ സന്ദേശം, ജ്ഞാനികൾക്ക് മോക്ഷത്വമായി യഹൂദന്മാർക്ക് ഇടർച്ചയായിട്ടുള്ള ആ സന്ദേശത്തെ കുറിച്ചാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന, കൊരിന്ത്യ സഭയിലെ ഈ എല്ലാവരെയും നേതാക്കന്മാരോട് പറയുന്നു, ഞാൻ പത്രോസിന്റെ ആളാണ്, ഞാൻ പൗലോസിന്റെ ആളാണ്, ഞാൻ അപ്പൊല്ലോസിന്റെ ആളാണ്, ഞാൻ ക്രിസ്തുവിന്റെ ആളാണെന്ന് കുറച്ച് ഭക്തന്മാര് പറയുന്നു. അങ്ങനെ ആളുകളിലേക്ക് ശ്രദ്ധ പോയിട്ട് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന പൊതുവായ ലക്ഷ്യത്തെ അവര് മറന്നുപോയി എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ആ പൊതുവായ ലക്ഷ്യം എവിടെ നഷ്ടപ്പെടുന്നു, അവിടെ അന്ധചിത്രങ്ങൾ ആരംഭിക്കും. കാരണം സഭയെ ഒരുമിപ്പിച്ച് നിർത്തുകയും ഒരുമിപ്പിച്ച് ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഈ മഹാനിയോഗം. സഭയിലുള്ള ഓരോ വിശ്വാസികൾക്കും മഹാനിയോഗത്തിന് ഏതെങ്കിലും വിധത്തിൽ പങ്കുണ്ടാകണം. പ്രാർത്ഥനയിലായിക്കോട്ടെ, സാമ്പത്തിക സപ്പോർട്ടായിക്കൊള്ളട്ടെ, സുവിശേഷം പറയുന്ന കാര്യത്തിലോ, രക്ഷിക്കപ്പെട്ട ആൾക്കാരെ ശിഷ്യപ്പെടുത്തുന്ന കാര്യത്തിലോ, അതിനുള്ള ഭൗതിക ക്രമീകരണങ്ങളായിക്കോട്ടെ, ഏത് വിധത്തിലാണേലും ഒരു തദ്ദേശീയ സഭയിലുള്ള സകല വിശ്വാസികളുടെയും ഹൃദയത്തിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ പറയുന്ന ചെറിയ ചെറിയ പിണക്കങ്ങൾക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും ഒന്നും സ്ഥാനമില്ല. ആ സൗകര്യനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഈ സൗകര്യം എന്നോട് അങ്ങനെ പറഞ്ഞു, ആ സൗകര്യം കിട്ടിയില്ല എന്നൊക്കെയുള്ള പരാതികളൊന്നുമില്ല. കാരണം നമുക്ക് അതിനേക്കാളൊക്കെ വലിയ എത്രയോ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇതിപ്പോ മറ്റു വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെയൊക്കെ പുറകെ പോവാണ്. ഈ സൗകര്യം അങ്ങനെ തിരിച്ചില്ല, കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. ഇതൊക്കെയാണ് നമ്മുടെ വലിയ കേസുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണോ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം? 4 ദിവസത്തെ ആയുസ് നമുക്കുള്ളതെന്നുള്ള കാര്യം, നമുക്ക് ചെയ്യാനായിട്ട് വലിയൊരു വേല ബാക്കിയുള്ള കാര്യം, അതാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അതിന്റെ പിറകെ പോകാം. ഇനി 5ാമതായിട്ട്, തദ്ദേശീയ സഭകളിൽ ഈ ഉപദേശപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഭിന്നത ഉണ്ടാക്കും. ഉപദേശപരമായ വ്യത്യാസം തദ്ദേശീയ സഭകൾ ഒരു സഭയ്ക്കുള്ളിൽ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഒരു സഭ സ്ഥാപിക്കപ്പെടുമ്പോൾ ആ സഭ സ്ഥാപിക്കുന്ന മിഷണറി അല്ലെ അപ്പോസ്തലൻ, അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്ന ഉപദേശങ്ങളാണ് ആ സഭയുടെ അടിസ്ഥാനമായിട്ട് കിടക്കുന്ന ഉപദേശസത്യങ്ങൾ. അപ്പൊ ആ സഭയിലേക്ക് വരുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിലേക്കല്ല ഞാൻ വരുന്നത്, എനിക്ക് മുമ്പേ അവിടെ ഉള്ള ഒരു പ്രസ്ഥാനത്തിലേക്കാണ്, ഒരു സമൂഹത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ആ സമൂഹം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പഠിപ്പിക്കുന്നു, എന്ത് ഉപദേശിക്കുന്നു എന്നത് എനിക്ക് യോജിക്കാൻ പറ്റുമോ? എനിക്ക് യോജിക്കാൻ പറ്റുമെങ്കിൽ ആ സമൂഹത്തോട് ചേർന്ന് നിൽക്കണം. എനിക്ക് യോജിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള ലീഡർഷിപ്പിലുള്ള സഹോദരന്മാരൊക്കെ ആയിട്ട് പക്ഷെ ആ ആശയങ്ങൾ സംസാരിക്കാൻ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഗ്രൂപ്പിൽ ചേരാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സഭയോട് നമ്മൾ ചേർന്ന് നിൽക്കുകയും ആ സഭ പഠിപ്പിക്കുന്ന, അവിടെയുള്ള ദേവദാസന്മാര് പഠിപ്പിക്കുന്ന ആശയങ്ങളോട് നമുക്ക് യോജിപ്പില്ലാതിരിക്കുകയും ചെയ്താൽ അവിടെ പിന്നെ അതിനെതിരെ പഠിപ്പിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഒട്ടും ഒരു മാന്യമായ കാര്യമല്ല. അതൊന്നും ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രവണതയല്ല എന്ന കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. ഇപ്പൊ സഭയില് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഇപ്പൊ പൗലോസ് അപ്പോസ്തലനൊക്കെ പ്രവർത്തിച്ചു, എഫെസോസിലേക്ക് സഭയുണ്ടായി, എഫെസോസിലെ മൂപ്പന്മാരെ നിയമിച്ചു. എന്നിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എഫെസോസിലെ മൂപ്പന്മാരിൽ ചില ആളുകൾ വിപരീത ഉപദേശങ്ങൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അവര് യഹൂദ മതത്തിന്റെ ആചാരങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ കുറിച്ചായിരിക്കാം, ഈ വംശാവിധികളും കെട്ടുകഥകളും ഒക്കെ ആചാരമാക്കി പലതും പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അതിനെക്കുറിച്ച് ആരൊക്കെയോ പൗലോസ് അപ്പോസ്തലൻ അറിവ് കൊടുത്തു. അതുകൊണ്ടാണ് തിമോഥെയോസിനെ അങ്ങോട്ട് അയക്കുന്നത്. അവിടെ തിമോഥെയോസിന് കൊടുക്കുന്ന നിയോഗം ഇതാണ്, അന്യത ഉപദേശിക്കരുത് എന്ന് അവരോട് പറയണം. ഇത് ആരെ കുറിച്ചാണ്? മിക്കവാറും അവരുടെ ലീഡർഷിപ്പിലുള്ള ആളുകളെ കുറിച്ചാണ്. അതാണ് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൂപ്പന്റെ നേരെ അന്യായം എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇവര് നിയമിച്ച മൂപ്പന്മാര്, അതിൽ ചില ആളുകൾ തെറ്റായ ആശയങ്ങൾ പഠിപ്പിക്കുന്നു, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാനായിട്ട് പൗലോസ് അപ്പോസ്തലനും കൂടെയുള്ള സഹോദരന്മാർക്കും താല്പര്യമില്ല. അവർ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി വന്നാൽ ആ തെറ്റായ ഉപദേശം പഠിപ്പിച്ച മൂപ്പനെ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ
അവിടെ നിന്ന് മാറ്റിയിട്ട് മറ്റാളുകളെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശവും പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കാണുന്നുണ്ട്. ഉപദേശപരമായ വ്യത്യാസങ്ങൾ ഒരിക്കലും അനുവദിച്ചിരുന്നു. ഗലാത്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ചതിന് വ്യത്യസ്തമായി ഇനി സ്വർഗത്തിൽ നിന്ന് ദൂതം വന്ന് പഠിപ്പിച്ചാലും അവൻ ശപിക്കപ്പെട്ടവൻ ആകട്ടെ എന്ന് പറയുന്നു. യോഹന്നാന്റെ ലേഖനത്തില് യോഹന്നാൻ പറയുന്നു, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം പഠിപ്പിച്ചു. ഈ അപ്പോസ്തലന്മാര് പഠിപ്പിച്ച ഉപദേശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല എന്ന് പറയുന്നു. ആരും നിങ്ങൾ ഉപദേശിക്കാൻ ആവശ്യമില്ല. ഈ ആരും നിങ്ങൾ ഉപദേശിക്കാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല. അപ്പോസ്തലന്മാര് പഠിപ്പിച്ച ഉപദേശത്തിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുന്ന നവീന ഉപദേഷ്ടന്മാരാരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പോസ്തലന്മാര് പഠിപ്പിച്ച അല്ലെങ്കിൽ ഒരു സഭ സ്ഥാപിക്കുവാനായിട്ട് കാരണമായി തീർന്ന ദൈവദാസന്മാര് ഏത് ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ സഭകള് സ്ഥാപിച്ചത്, അതിന് വ്യത്യസ്തമായിട്ട് ആ സഭയിലെ ഒരു അംഗത്തിന് പഠിപ്പിക്കാനോ പ്രചരിപ്പിക്കാനോ ഉള്ള അനുവാദം ഇല്ല എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ ഉപദേശത്തോട് ചേർന്നിരിക്കും. ആറാമതായിട്ട് തദ്ദേശീയ സഭകളിലുള്ള ഐക്യക്കുറവിന്റെ കാരണം നേതൃത്വത്തിലെ ഐക്യക്കുറവാണ്. സഭയിലെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന സഹോദരന്മാർ, അത് മൂപ്പന്മാരായിട്ട് നിയമിക്കപ്പെട്ട ആൾക്കാരാണെങ്കിലും ഇനി ആക്ടിംഗ് മൂപ്പന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി, അവര് തമ്മിലുള്ള ഐക്യവും കൂട്ടായ്മയും സ്നേഹവും ഇല്ലാതിരിക്കുക ഒരു പ്രശ്നമാണ്. ഈ ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് ഐക്യമില്ലെങ്കിൽ അത് വേഗത്തില് വിശ്വാസികൾക്ക് അത് മനസ്സിലാവും. വിശ്വാസികള് പിന്നെ അവർക്ക് താല്പര്യമുള്ള സഹോദരന്മാര് കാണും. ഒരാൾക്ക് ഇന്ന സഹോദരങ്ങളായിരിക്കും താല്പര്യം, ഒരാൾക്ക് മറ്റൊരു സഹോദരങ്ങളായിരിക്കും താല്പര്യം. വേഗത്തിൽ തന്നെ അതൊരു ഭിന്നതയിലേക്ക് രണ്ടു പക്ഷമായി തീരാനിടയായി. അപ്പൊ അതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലീഡർഷിപ്പ് ലെവലിലുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള മീറ്റിങ്ങുകളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ സഭയ്ക്ക് മുമ്പിൽ പരസ്യമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വത്തിലുള്ള ആളുകൾ തമ്മിൽ പ്രകടിപ്പിക്കാത്ത രീതിയിൽ നേതൃത്വത്തിലിരിക്കുന്ന സഹോദരന്മാർക്ക് തന്നെയുള്ള മീറ്റിങ്ങുകൾ എല്ലാ ആഴ്ചയിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞങ്ങളിവിടെയൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള മീറ്റിങ്ങുകളുണ്ട്. അപ്പൊ അവര് ലീഡർഷിപ്പിലുള്ള സഹോദരന്മാർ ഒരുമിച്ചിരിക്കുകയും സഭയുടെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ചെയ്ത കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുകയും മുന്നോട്ടുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുകയും അങ്ങനെ ആശയ സമന്വയം വരുത്തിയിട്ട് അത് സഭയിൽ അവതരിപ്പിക്കുകയും സഭയെ ഒന്നാക്കി നിർത്താനായിട്ടും ഒരുമിച്ച് മുന്നോട്ട് നയിക്കാനായിട്ടും ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അത് ഒരു നല്ല രീതിയാണ്. സഭയുടെ ഐക്യത്തിന് വളരെ സഹായകരമായിട്ടുള്ള രീതിയാണ്. പ്രിയമുള്ളവർ, ഞാൻ എന്റെ ടോക്ക് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്ന വിഷയം ഇത്രയും കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യത്തിന് ചുരുക്കം എന്ന് പറയാം, ദൈവം ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ സാധ്യമാക്കിയ ഐക്യം, അത് ഒരു തദ്ദേശീയ സഭയെ സംബന്ധിച്ചും കർത്താവിന്റെ സഭകളെ മുഴുവനായിട്ടും ഈ ഐക്യം സൂക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നു. അത് ദൈവത്തിന്റെ ഇഷ്ടം. ആ ഉത്തരവാദിത്തത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഞാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കും. എവിടെയൊക്കെയാണ് ഐക്യം തകരുന്നത്, ഐക്യത്തിനെതിരെയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഐക്യം ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തദ്ദേശീയ സഭകൾ ഏറ്റവും ഐക്യത്തോടെ ഒരു ലക്ഷ്യത്തിൽ മുമ്പോട്ട് പോകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമൂഹമായി നിലനിൽക്കട്ടെ. ദൈവത്തിന്റെ ആ ഒരു നാമം നമ്മളിലൂടെ മഹത്വപ്പെടണമെങ്കിൽ ഈ ഐക്യം കൂടിയേ തീരും. ഒരിക്കലും ഒരു വിഭാഗീയ ചിന്താഗതി കൊണ്ട് ദൈവനാമം മഹത്വപ്പെടാനോ അല്ലെങ്കിൽ സുവിശേഷത്തിനൊരു മുന്നേറ്റം ഉണ്ടാകാനോ സാധിക്കില്ല. അത് നമ്മളെ ഓർക്കേണ്ട ഒരു വിഷയമാണ്. ദൈവം നമ്മളെ സഹായിക്കും. ദൈവനാമത്തിന് മഹത്വം. നമ്മളെ ചേർത്ത് നിർത്തുന്നത് കർത്താവായ യേശുക്രിസ്തു ആണ് എന്ന് കേട്ടുകൊണ്ടാണ് നമ്മൾ ഇത് ആരംഭിച്ചത്. അപ്പൊ ഐക്യത്തിന്റെ ഏറ്റവും പ്രധാന കാരണം അതാണ്. നമ്മൾ തമ്മിലുള്ള ഐക്യത്തിന്റെ, സഭകൾ തമ്മിലുള്ള ഐക്യത്തിന്റെ ഏറ്റവും പ്രധാന കാരണം അതാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചു. ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. ഈ ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ ഐക്യത്തിനെതിരെ നിൽക്കുന്നവരോടുള്ള സമീപനം വളരെ ഗൗരവമേറിയതാണെന്നുള്ള കാര്യവും നമ്മൾ കേട്ടു. അതേപോലെ തന്നെ നമ്മൾ ആദിമ സഭകളിലേക്ക്, ആദിമ നൂറ്റാണ്ടിലേക്കൊക്കെ നോക്കി തദ്ദേശീയ സഭകൾക്കൊക്കെ അവർക്കൊരു പൊതു ഐക്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ കണ്ടു. അതിനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം ഒരു സഭകൾ തമ്മിലുള്ള ഐക്യത്തെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ഒരു തദ്ദേശീയ സഭയില് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിക്കുകയായിരുന്നു. വളരെ വിശദമായി തന്നെ സന്ദേശോധന ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ 1 കൊരിന്ത്യരില് നമ്മള് പൗലോസ് പറയുന്ന ഒരു പ്രബോധനം തന്നെയാണ് നമ്മളിന്ന് കേട്ടത്. 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്:
വായിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിന് യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു എന്നാണ് അവിടെ പൗലോസ് പറഞ്ഞത്. ആ ഒരു പ്രബോധനം തന്നെയാണ് നമ്മൾ ഇന്ന് കേട്ടതും. ദൈവം നമ്മെ സഹായിക്കട്ടെ.